രാജാതിരാജനും കർത്താതികർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം. ഇന്ന് അല്പസമയം ലിയ റേച്ചൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ. ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. പിന്നെ വരുന്ന ആഴ്ചകളിൽ കുറെ കാര്യങ്ങൾ കൂടെ പഠിക്കാം. ഹാലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബാക്ക്ഗ്രൗണ്ട്. ഹാലേലൂയ. യാക്കോബിന്റെ മണവാട്ടികളാണ് ലിയായും റേച്ചലും. എങ്കിലും യാക്കോബ് 14 വർഷം ജോലി ചെയ്തത് റേച്ചലിന് വേണ്ടിയിട്ടായിരുന്നു. ഹാലേലൂയ. യാക്കോബ് കൂടുതൽ സ്നേഹിച്ചതും റേച്ചലിനെ തന്നെയായിരുന്നു. ഹാലേലൂയ. വചനം 29:30 പറയുന്നു, ദൈവം ലിയ അനിഷ്ടയെന്ന് കണ്ടപ്പോൾ അവിടെ ഉദരത്തിനെ ദൈവം തുറന്നു, പക്ഷേ രാഹേലിന്റെ ഉദരത്തിനെ ദൈവം അടച്ചു. ഹാലേലൂയ. നമ്മൾ പഠിക്കാൻ പറ്റിയ ആദ്യ കാര്യം, ഹാലേലൂയ, ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും, ആര് നമ്മളെ കരുതിയില്ലെങ്കിലും, ആര് നമ്മുടെ വേദന അറിഞ്ഞില്ലെങ്കിലും, ഹാലേലൂയ ഹാലേലൂയ, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു കർത്താവുണ്ട്. ഹാലേലൂയ ഹാലേലൂയ. നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. ഹാലേലൂയ. വീണ്ടും ഹാലേലൂയ 37:30 വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, താൻ യാക്കോബിന് മക്കളെ പ്രസവിച്ചില്ല എന്ന് റേച്ചൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയ കൊണ്ടു. ഹാലേലൂയ. മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് യാക്കോബിനോട് പറഞ്ഞു. അപ്പോൾ യാക്കോബ് രാഹേലിനോട് കോപം വെച്ച്, നിനക്ക് ഗർഭഫലം തരാതെ ഇരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്താണോ ഞാൻ? അതിനവൾ, എൻ്റെ ദാസി ബല ഉണ്ടല്ലോ, അവളുടെ അരികെ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ. ഹാലേലൂയ ഹാലേലൂയ. അപ്പോൾ ആദ്യത്തെ കാര്യം, അവൾക്ക് അസൂയപ്പെട്ടു. സ്വന്തം സഹോദരിയോടാണ് അസൂയ തോന്നിയത്. ഹാലേലൂയ. ചിലപ്പം ലിയായ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് കണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുമായിരുന്നു. അത് ദൈവസന്നിധിയിൽ പോയി അവൾക്ക് പറയായിരുന്നു. ബിക്കോസ് യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്, ഹാലേലൂയ, ഉദരബലം തരുന്നത് ദൈവമാണെന്ന്. ഹാലേലൂയ. പക്ഷെ ഇതൊന്നും അവൾ ചെയ്തില്ല. അവൾക്ക് അസൂയ കൊണ്ട്, അവൾ അസൂയ കാരണം എന്ത് ചെയ്തു? അവള് യാക്കോബിനെ ഹാലേലൂയ ഒരു തെറ്റിലേക്ക് നയിച്ചു. ഹാലേലൂയ. അവിടെ നമുക്ക് കാണാം, ഹാലേലൂയ, അതിലുണ്ടാവുന്ന ബെല്ല വഴി ഉണ്ടാവുന്ന തലമുറയാണ് ഡാൻ. ഹാലേലൂയ. പക്ഷെ റേച്ചലിനെ ഓർത്ത് ദൈവം കൊടുത്ത തലമുറ യോസേപ്പാണ്. ഹാലേലൂയ. വചനം പറയുന്നു, യോസേപ്പ് ഫലപ്രദമായ മുന്തിരിവള്ളി. ഹാലേലൂയ. പക്ഷെ വെളിപ്പാടിന്റെ പുസ്തകം 7 പോകുമ്പോൾ അവിടെ 12 ഗോത്രങ്ങളെ, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡാൻ ഗോത്രമില്ല. ഹാലേലൂയ. സ്പിരിച്വലി, ആത്മീയമായി നോക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഹാലേലൂയ. ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെങ്കിൽ, ഹാലേലൂയ ഹാലേലൂയ, ദൈവത്തിന്റെ സമയത്ത് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം അതിന്റെ കൂടെ ദുഃഖം കൂട്ടാറില്ല. പക്ഷെ നമ്മളായിട്ട് തീരുമാനങ്ങൾ എടുത്ത് കാത്തിരിക്കാതെ നമ്മളായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാലേലൂയ, അതെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. ഹാലേലൂയ ഹാലേലൂയ. ഹാലേലൂയ. വചനം പറയുന്നുണ്ട് ഹബക്കൂക്കിന്റെ പുസ്തകത്തില്, ഹാലേലൂയ, നമ്മൾ ദൈവത്തിന്റെ സമയത്ത് കാത്തിരിക്കണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിശ്ചയം ഹാലേലൂയ വരും, നിശ്ചയമെന്ന് അവിടെ പറയുന്നത്. ഹാലേലൂയ ഹാലേലൂയ. വീണ്ടും വചനം അസൂയയുടെ കാര്യം. ഈ അസൂയ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവളെ ഹാലേലൂയ ഇത്രയും വലിയൊരു പാവം യാക്കോബിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. വചനം പറയുന്നു, പ്രോവബ്സ് 14:30 അസൂയ അസ്ഥികൾക്ക് ദ്രവ്യാത്വം. ഇത് തന്നെയാണ് ശൗൽ രാജാവിന് സംഭവിച്ചത്. ദാവീദ് ഗോലായത്തിനെ കൊന്നതിന് ശേഷം അവിടെ സ്ത്രീകള് ശൗൽ 1000-നെയും ദാവീദ് 10,000-ങ്ങളെ കൊന്നെന്ന് അവിടെ ഒരു ഘോഷിച്ചപ്പോൾ ഹാലേലൂയ ശൗലിന് വന്നത് കോപം മാത്രമല്ല, അസൂയ. പിന്നെ അങ്ങോട്ട് ശൗലിന്റെ സ്വഭാവം തന്നെ അവിടെ മാറുകയാണ്. ദാവീദിനെ കൊല്ലാനുള്ള പുറപ്പാടാണ് പിന്നെ ശൗലിന്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആ സ്വഭാവം അങ്ങോട്ട് പോയി തന്റെ രാജ്യത്വം തന്നെ നഷ്ടപ്പെട്ടു. ഹാലേലൂയ ഹാലേലൂയ. വീണ്ടും യാക്കോബിന്റെ 3:16 പറയുന്നുണ്ട്, അസൂയയും പിണക്കവും ഉള്ളിടത്ത് കലകവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ടെന്ന വചനം പറയുന്നത്. വീണ്ടും ഗലാത്യർ 5:26 പറയാണ്, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥ അഭിമാനികൾ ആകരുതെന്ന വചനം പറയുന്നത്. ഹാലേലൂയ. ഇവിടെ വചനം പറയുന്നു, ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു കാര്യമാണ്. ഹാലേലൂയ. അത് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അസ്ഥികളെ പോലും എന്താണ് അസൂയ? ഹാലേലൂയ. എനിക്ക് കിട്ടാത്ത ഒരു കാര്യം ഒരു വ്യക്തിക്ക് ലഭിച്ചു. ഹാലേലൂയ. അതെനിക്ക് കിട്ടിയില്ല. അത് കാരണം ഞാൻ അതിനെ ഓർത്ത് ദുഃഖിച്ചു, പ്രയാസപ്പെട്ട് അതെങ്ങനെങ്കിലും കിട്ടണമെന്ന് ഉള്ള ഒരു നെഗറ്റീവ് തോട്ടാണ് അത്. ഹാലേലൂയ. ദൈവം നമ്മളെല്ലാം ഹാലേലൂയ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹാലേലൂയ. നമുക്ക് എല്ലാത്തിനും ദൈവം ഹാലേലൂയ വെവ്വേറെ പേർപ്പസാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതിനാൽ നമ്മൾ കാത്തിരിക്കണം. ഹാലേലൂയ. അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല. ഹാലേലൂയ. ഇന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ. ഒന്ന്,
നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി ജീവൻ തന്ന് ഏമൻ ഹാലേലൂയ നമ്മളെ കരുതി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവുണ്ട് നമുക്ക്. ഏമൻ ഹാലേലൂയ. രണ്ട്, അസൂയപ്പെടാതിരിക്കുക. ഏമൻ ഹാലേലൂയ. ഹാലേലൂയ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഏമൻ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മളൊന്ന് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അടുത്ത് സഹായം ചോദിക്കുക. ഏമൻ ഹാലേലൂയ. മൂന്നാമത്തെ കാര്യം ഏമൻ ഹാലേലൂയ, ദൈവത്തിന്റെ ഏമൻ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുക. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. ഏമൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ സ്തുതി സ്തോത്രങ്ങളോടെ കാത്തിരിക്കുക. ഏമൻ ഹാലേലൂയ. ഹാലേലൂയ. അവിടെ പറയുന്നത് പോലെ നിശ്ചയം ഏമൻ അത് വരും. ഏമൻ ഹാലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.